ധ്യാനത്തിന് പോണ്ടേ? ധ്യാനത്തിന് പോയാലോ? ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ധ്യാനത്തിന് പോയിക്കോട്രാ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പറയുന്നത് കേട്ടിട്ട് ആരെല്ലാം, നമ്മുടെ തന്നെ പരിചയത്തിൽ എത്ര പേര് ഇതും കേട്ടിട്ടും ധ്യാനത്തിന് പോവാതിരിക്കുന്നവരുണ്ട്. ദൈവം നമ്മുടെ വിശുദ്ധീകരണം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാപം ചെയ്തിട്ട് ചിലപ്പോൾ അകന്നു പോയിട്ടുണ്ടായിരിക്കുക, പക്ഷെ ദൈവം തന്റെ മാറോട് ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ട് കൂട്ടരെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന്, നിരന്തരം നമ്മൾ ധ്യാനം കൂടാനായിട്ട് പറഞ്ഞിട്ട് ഇതുവരെയും ധ്യാനം കൂടാത്ത ആളുകളുണ്ടായിരിക്കാം. ഇനി ഒരു ടീമാര് നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ധ്യാനം കൂടാനായിട്ട് പറഞ്ഞിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് ധ്യാനത്തിന് പോകുന്നവരുണ്ടായിരിക്കാം. ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ബോധ്യം ഇതാണ്: ദൈവം ആ വ്യക്തിക്ക് വേണ്ടി മറ്റുള്ളവരിലൂടെ ഒരുക്കുന്ന ഒരു അവസരം, അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തെ, ഈ വ്യക്തിയുടെ ആത്മാവിനെ ദൈവം അനുഗ്രഹിക്കാനും രക്ഷിക്കാനും വേണ്ടി കർത്താവ് ഒരുക്കുന്നൊരവസരം. ഇല്ല എന്ന് പറഞ്ഞ് തട്ടിക്കളയുന്നവരും, എനിക്ക് സമയമായിട്ടില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ധ്യാനത്തിന് പോകണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരും ഇത് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ അതികഠിനമായ സഹനത്തിലൂടെ, വിഷമത്തിലൂടെ, വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇല്ലെങ്കിൽ നോർമൽ ലൈഫിൽ നിന്ന്, നോർമൽ ഒരു വ്യക്തിയിൽ ഉള്ളതിനേക്കാൾ എന്തെങ്കിലും തടസ്സങ്ങൾ, ബ്ലോക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവ് ഒരുക്കി തരുന്ന അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ ഉപയോഗിക്കുക. ഇനി ഇപ്പോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ ആയിരിക്കുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ കാറ്റഗറി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു ഇൻസിഡന്റ് ഇതാണ്. ഇവ അവിചാരിതമായിട്ട് ഒരു വ്യക്തി പറഞ്ഞിട്ട് ധ്യാനത്തിൽ പങ്കെടുക്കുന്നു. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നു, അത് കർത്താവ് ഒരുക്കിയതാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഈ ധ്യാനം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് സഹനങ്ങളുടെ ഒരു മാലപ്പടക്കം പോലെ തുടങ്ങി. മരണം, ജോലി നഷ്ടപ്പെടുന്ന ഒരു വക്കിലെത്തി നിൽക്കുന്നു, സാമ്പത്തിക മേഖലയിലെ തകർച്ചകൾ, സ്ഥലത്തിന്റെ പ്രോപ്പർട്ടി ഇഷ്യൂസ്, അതികഠിനമായ അവസ്ഥയിലൂടെ കടന്നു പോയത്. പക്ഷെ ഈ സമയത്ത് അവര് തളർന്നില്ല എന്നുള്ളതാണ് സത്യം. അതിനുള്ള കാരണം അവർക്ക് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയ ആ അവസരം ഉപയോഗപ്പെടുത്തുകയും അവരതിനെ തൊട്ട് മുമ്പത്തെ നാളുകളിൽ ഒരു ധ്യാനത്തിന് വേണ്ടി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ സഹനം അവർക്കുണ്ടായിരുന്നു, പക്ഷെ ഈ സഹനത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ഈ ധ്യാനത്തിലൂടെ അവർക്ക് ലഭിച്ചു. അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലയാണ് മാറ്റം വരുത്തേണ്ടത് അത് അവർക്ക് മാറ്റാനായിട്ട് സാധിച്ചു. കർത്താവ് തങ്ങളെ പരിപാലിക്കുന്ന ബോധ്യം അവർക്കുണ്ടായി. അതുകൊണ്ട് ആ സഹനത്തിലും പിടിച്ചു നിൽക്കാനായിട്ട് അവർക്ക് സാധിച്ചു. മറ്റുള്ളവരുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ സാധിച്ചു. കർത്താവിന്റെ കരുണ അവർക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചു. ഇപ്പൊ അവർ കരകയറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ വിഷമവും വേദനയും വരുന്ന സമയത്ത് മാത്രമല്ല, എല്ലാം ഓക്കെ ആയിരിക്കുന്ന സന്തോഷത്തിന്റെ സമയത്തും ധ്യാനം കൂടുന്നതിൽ തടസ്സമൊന്നുമില്ല. കാരണം എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്. കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആരെങ്കിലും കഷ്ടതയിലാണെങ്കിൽ ചിന്തിക്കണം, കർത്താവിന്റെ മുമ്പിൽ എളിമപ്പെട്ട് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ കർത്താവ് ജീവിതങ്ങളിൽ ഇടപെടുന്നത് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്.